ഹലോ ഹായ് ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? വൈകുന്നേരം കുറേ ഏത്തയ്ക്ക എന്നെ നോക്കി തന്നെ ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഏത്തയ്ക്ക അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കാം, കുഞ്ഞുങ്ങൾ കഴിച്ചോളുമല്ലോ. അവർക്കാകുമ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല, അപ്പോൾ വൈകുന്നേരം അവർ കഴിച്ചോളും. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ, ഇന്ന് ഒരു സ്പെഷ്യലായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എന്നും ഞാൻ ഗോതമ്പ് മാവിലാട്ടോ ഉണ്ടാക്കാറ്. ഇന്ന് കുറച്ച് മൈദയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മൈദയ്ക്ക് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ മൈദ മാവിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, 2 സ്പൂണ് പഞ്ചസാര, തലേന്നത്തെ ദോശമാവിൻ്റെ മാവ് അരച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതിൽ നിന്ന് 2 സ്പൂണും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഒരടുപ്പിലേക്ക് നമ്മൾ ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണയാട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. ഇപ്പം വെളിച്ചെണ്ണയുടെ വില കാരണം നമുക്ക് അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ രണ്ടും കൂടെ ഞാൻ ഇന്ന് പോയി കുറച്ച് എണ്ണ മേടിച്ചുകൊണ്ട് വന്ന് ഇതുണ്ടാക്കാനായിട്ട് മാത്രം മേടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറ്. അപ്പം അധികം ഫ്രൈ ഒന്നും ചെയ്ത് കഴിക്കാറില്ല ഞാൻ, കാരണം എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് വരും കേട്ടോ. അതുകൊണ്ട് കൊഴുപ്പൊക്കെ അധികം വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഫ്രൈ ഒക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങനെ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേന് ഈ പഴം ഇതിനകത്തോട്ട് മാവിനകത്തോട്ട് മുക്കിയിട്ടെ ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ചുമന്ന് വരുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഗോതമ്പ് മാവിലധികം ഉണ്ടാക്കാറ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അധികം മൈദയൊന്നും യൂസ് ചെയ്യാത്തതെന്നല്ല, ഞാനധികം മൈദ യൂസ് ചെയ്യാറില്ല. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കോരി എടുക്കുക കേട്ടോ. മണം അടിച്ച് രണ്ടും എൻ്റെ തൊട്ട് ഇപ്പുറവും ഇപ്പുറമൊക്കെ വന്നത് ഇപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് തിന്നണമുണ്ട്. എൻ്റെ വായിലും കൊണ്ട് വെച്ചോള്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടാക്കി. ഇനി കുറച്ച് കട്ടൻ ഇടുക കേട്ടോ, കട്ടൻ ചായ അമ്മയ്ക്കാട്ടോ. അമ്മയ്ക്ക് കടുപ്പം അധികം വേണ്ട, അമ്മ കട്ടനെ കുടിക്കൂ. പിന്നെ അതിൽ തന്നെ ഞാൻ കുറച്ച് തേയിലയും കൂടി ഇട്ട് എനിക്കുള്ള ചായ എടുക്കും കേട്ടോ. ഞാൻ ചായയെ കുടിക്കും, എനിക്ക് രാവിലെ വൈകിട്ടും ചായ വേണം. പക്ഷെ നിർത്താനും പറ്റണില്ല. നിർത്തിയ എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. അന്നത്തെ ദിവസമേ എൻ്റെ പോക്കാണ്. അതുകൊണ്ട് ചായ കുടിച്ചേ പറ്റൂ എനിക്ക്. അങ്ങനെ അമ്മയ്ക്കുള്ള കട്ടനൊക്കെ മാറ്റി വെച്ചു. എനിക്കുള്ള ചായ ഇടുകയാണ്. എനിക്ക് മാത്രം മതി കേട്ടോ, ഇവിടെ കുഞ്ഞുങ്ങളാരും ചായയൊന്നും കുടിക്കാറില്ല. അവർക്ക് ഏത്തയ്ക്കപ്പം മാത്രം. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇന്ന് എനിക്കിഷ്ടമായി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കും കേട്ടോ.